ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കുറെ നാളിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഉള്ളത് മാർസയിലാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലം മാർസയാണ്. അപ്പം നമ്മൾ ഇന്ന് മാർസയുടെ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ എക്സാക്ട്ലി ഉള്ളത് എവിടെയാണ്? അതെ, വ്യൂപോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് വ്യൂപോ. അപ്പൊ മാർസയെ കുറിച്ച് പറയുവാണെങ്കിൽ ഫ്രാൻസിലെ ഏറ്റവും ഓൾഡസ്റ്റ് സിറ്റിയാണ്. ഫ്രാൻസിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരു സിറ്റിയാണ് മാർസൈ. അപ്പോൾ 600 BC-യിലാണ് ഈ ഒരു സിറ്റി കണ്ടുപിടിക്കുന്നത്. അത് ഗ്രീക്ക് സെറ്റിലേഴ്സ് ആണ് ഇവിടെ വരുന്നതും ഈ ഒരു സിറ്റി കണ്ടുപിടിക്കുന്നത്. അത് അവര് ഇതാണ് ഓൾഡ് പോർട്ട്. അപ്പം പണ്ട് കാലത്ത് 15th to 17th century വരെ ഈ ഒരു പോർട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അക്കാലത്ത് യുദ്ധ കപ്പലുകളും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ കപ്പലുകളൊക്കെ ഇവിടെയായിരുന്നു നിർമ്മിച്ചിരുന്നത്. അതിനെയൊക്കെ ഗലൂൺസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സ്പാനിഷ് വേർഡാണ്. അപ്പം ഗലൂൺസ് ഇവിടെയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. 1000-ഓളം അല്ലെങ്കിൽ 1500-ഓളം കപ്പലുകൾ ഒരുമിച്ച് ഇവിടെ നിർമ്മിക്കാൻ പറ്റുമായിരുന്നു. അത്രയും വലിയൊരു പോർട്ടായിരുന്നു ഇത്. അതുപോലെ തന്നെ 19th century വരെ ഈ ഒരു പോർട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. 2024 ജൂലൈയിൽ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഗ്രീസിൽ നിന്നും ഏകദേശം 12,000 കിലോമീറ്റർ യാത്ര ചെയ്ത് ബലീം എന്ന 19th century ഫ്രഞ്ച് കപ്പൽ 1000-ഓളം ബോട്ടിന്റെ അകമ്പടിയോടെ ഒളിമ്പിക്സ് ഫ്ലെയിമുമായി നാളെയാണ് മാർസയിൽ എത്തുന്നത്. ഇവിടെ നമ്മുടെ സോനിയർ ഒക്കെ ഉണ്ട്. മാർസയുടെ സോനിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ നടന്നു പോകുന്ന ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയിലേക്കാണ്. അപ്പം അടുത്ത് ഞങ്ങൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയിലേക്കാണ്. അപ്പം ഏതാണ് പള്ളി? അതെ, നോർത്ത് ദാം ദലഗാർഡ് എന്ന് പറഞ്ഞൊരു പള്ളിയിലാണ്. അപ്പം ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്, എന്താ പറയുക, ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് ഇവിടെ ഇരിക്കുന്നത്. മാർസയുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് ഈ ഒരു പള്ളി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം എവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു പള്ളി നമുക്ക് കാണാം. അപ്പൊ അത് മാതാവിന്റെ പള്ളിയാണ്. അപ്പം മാതാവിന്റെ രൂപവും, അതായത് ഉണ്ണീശ്വരനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപം നമുക്ക് മാർസയുടെ ഔട്ട് ഓഫ് മാർസയിൽ പോയി നോക്കി കഴിഞ്ഞാലും, ഔട്ട് ഓഫ് മാർസ സിറ്റിയിൽ പോയി കഴിഞ്ഞാലും ആ ഒരു പള്ളി നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇടുങ്ങിയ വഴിയാണ്. കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഒരു ബസ്സും നടക്കാനുള്ള വഴി ചെറുതാണ്. അതുപോലെ തന്നെ നമുക്ക് റോഡാണെങ്കിലും ബസ് ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു കാറ് കഷ്ടി പോകും, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ നോർമലി പള്ളിയിലേക്ക് പോകുന്ന ബസ് എടുത്ത് ഒക്കെയാണ്. അതെ, നോർമലി പോകുന്നത് ബസ് എടുത്ത് അങ്ങോട്ട് പോകും, തിരിച്ചു വരുമ്പോ നടന്നു വരും. തിരിച്ചു വരുമ്പോ ഇറക്കാൻ കുറച്ച് ഈസിയാണ്. ഞങ്ങൾ ഇന്നൊരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് നടന്നു പോകുന്നു വെച്ചു. അപ്പം ഇവിടുത്തെ ഒരു കോർട്ടാണ് പാലസ് ദി ജസ്റ്റിസ്. ഭയങ്കര രസമായിട്ടാണ് ഈ ഒരു കോർട്ട് ഹൗസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി ഇവിടെ എഴുതിയിട്ടുണ്ട്. 1747-ലാണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് 1862-ലാണ് ഇത് കോർട്ട് ഹൗസ് ആയിട്ട് ചേഞ്ച് ചെയ്തത്. നാട്ടിൽ ഭയങ്കര ചൂടാണെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പില്ല, ചെറിയൊരു തണുപ്പേ ഉള്ളൂ. ഇപ്പം ഏറ്റവും നല്ല ക്ലൈമറ്റ് ആണ്. സമ്മർ വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്പ്രിംഗ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആണ്. ഇത് ശരിക്കും വാക്ക് വേ അല്ല, വാക്ക് വേ അപ്പുറത്താണ്. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. അപ്പം ഞങ്ങൾ നല്ല സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളൂ. അപ്പോൾ സൈക്കിളൊക്കെ വരുന്നുണ്ട് പുറകെ കൂടെ.
അവളത് നോക്കിയിരിക്കുക. ലേഡി, നീ എന്റെ ശത്രുവാണോ അതോ എന്റെ കെട്ടുകളാണോ? തോന്നുന്നുണ്ട്. ജുഹി, അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോന്നേ? നേരെ അതെ കുത്തനെ കയറുന്ന ഈ കയറ്റം കയറി വേണം നമ്മൾ നേരെ പള്ളിയിലോട്ട് എത്താൻ. ബസ്സിന് പോകുമ്പോൾ ഭയങ്കര സുഖമാണ്, നടക്കുമ്പോൾ കുറച്ച് ചെറിയൊരു ടാസ്ക്. അണയ്ക്കുന്നു ചെറുതായിട്ട് ഇത്രയും കയറി ഞങ്ങൾ അണയ്ക്കുന്നില്ല. പകുതി എത്തുമ്പോഴേക്കും നീ അളച്ചോളും, അപ്പോഴേക്കും എൻ്റെ അണപ്പ് തീരും. പകുതി എത്തിയില്ല, ഞങ്ങളിതേ കാൽ ഭാഗം 25% എത്തി. ബാക്കി ഇതേ മുന്നോട്ട് കിടക്കുന്നു. എന്ത് പറ്റി ജുഹി? അണപ്പില്ലായിരുന്നല്ലോ, എന്തു പറ്റി? പറ. കുറച്ച് ഞങ്ങളിത് ഇത്രയും നടന്നു, ഇത്രയും കൂടെ. ജുഹി എന്നെ കൂടെ കൊണ്ടോ? അപ്പം ഞങ്ങൾ നടന്ന്, ഇതാണ് നമ്മൾ പോകുന്ന പള്ളിയുടെ ഏറ്റവും മുകൾ ഭാഗം. അതെ, അതെ, ഗോൾഡൊന്നുമല്ല, സ്വർണം പൂശിയതാ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ പള്ളിയിലേക്ക് യുഎഇന്ന് ടൂറിസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്ന വണ്ടികളുണ്ട്. ഈ കാണുന്ന വണ്ടിയാണ്. അപ്പം ഇവിടുന്ന് 9 യൂറോ ആണ് ചാർജെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും ഇതിൽ വന്നിട്ടില്ല, നമുക്ക് എപ്പോഴും അടുത്തായതുകൊണ്ട് ഞങ്ങളെപ്പോഴും നടന്നല്ലെങ്കിൽ ബസ്സിലാണ് വരാറുള്ളത്. അപ്പോൾ ഈ വണ്ടി എടുക്കുവാണെങ്കിൽ വ്യൂ പോയിന്ന് നമുക്ക് 9 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്താം. ഈ പള്ളിയിലേക്ക് മാത്രമായിട്ട് വരുന്ന വണ്ടിയാണിത്. അപ്പം നമ്മൾ റോഡിൽ നിന്ന് കയറ്റമെല്ലാം കയറി ഇങ്ങ് വന്നു. അപ്പം അങ്ങ് താഴെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ഇനിയും ഇവിടെ കുറച്ച് സ്റ്റെപ്പുണ്ട്, ഇതൊക്കെ കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് പള്ളിയിലേക്കുള്ള സ്റ്റെപ്പുണ്ട്, അതുകൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലേക്ക് എത്തും. പള്ളി എത്ര മണിക്കാണ് അടയ്ക്കുന്നത്? 6 മണിക്കല്ലേ? 6 മണി കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ കയറാൻ പറ്റൂല. സമയം എത്രയായി? 5:15 അങ്ങനെ ഞങ്ങൾ ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തി. 14th സെഞ്ച്വറി മുതലാണ് ഈ ഒരു ചർച്ചിൻ്റെ ഹിസ്റ്ററി തുടങ്ങുന്നത്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ കാണുന്ന ചർച്ച് പണി കഴിപ്പിച്ചത് 1897 മാർസേനെ ശത്രുക്കളിൽ നിന്നും കാവലായി മാതാവും ഉണ്ണീശോയും നിൽക്കുന്നതായിട്ടാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഈ ഒരു ചർച്ച് സിറ്റീസിൻ്റെ ഏത് കോർണറിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്നതാണ്. 360 ഡിഗ്രി വ്യൂവും 154 മീറ്റർ ഹൈറ്റുമാണ് ഈ ഒരു ചർച്ചിൽ ഉള്ളത്. ഈ ഒരു പാലം ശരിക്കും മുന്നോട്ടാക്കാൻ വേണ്ടിയുള്ളൊരു മെഷീനാണിത്. ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, പണ്ട് കാലങ്ങളിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ചരിത്രങ്ങൾ നടന്ന വർഷത്തെ ഓരോ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു താഴത്തെ ബസലിക്കയുടെ എൻട്രൻസ് ആണ്. ഇതാണ് പ്രയർ ഹാള്. ഞങ്ങൾ താഴത്തെ ബസലിക്കയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മേളത്തെ ബസലിക്ക വന്നിരിക്കുകയാണ്. ഗലൂൺസിൻ്റെയും ഷിപ്പിൻ്റെയും ഒക്കെ ക്രാഫ്റ്റ്സ് ഇവിടെ തൂക്കിയിട്ടേക്കുന്നത് കാണാം. ഇതൊക്കെ പാസ്റ്റ് ഹിസ്റ്ററീസിനെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ബസിലിക്കയിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കണ്ടത് പ്രയർ ഹാളും നമ്മളിപ്പോൾ കണ്ടത് ബസിലിക്കയുമാണ്.
അപ്പം എൻ്റെ നേരെ മുന്നിലുള്ള കുറച്ച് വ്യൂ ഞാൻ കാണിക്കാം. അപ്പം സമയം കറക്റ്റ് 6 മണിയായി. ഞങ്ങളിതേ പള്ളിയിൽ നിന്ന് ഞങ്ങളെ സെക്യൂരിറ്റി വന്ന് ഇറക്കി വിട്ടു, എല്ലാവരും ഇറക്കി വിട്ടു. ഞങ്ങളിതേ ഇപ്പം പള്ളിയോട് വിട പറയുവാണ്. ഞങ്ങൾ ഇറങ്ങുവാണ്. പുറത്ത് ഇരിക്കാം, സൺറൈസ് കണ്ടിട്ടു അല്ലേ, സൺസെറ്റ് കണ്ടിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയത് ഫ്രാൻസിലെ തന്നെ ഓൾഡ് പോർട്ടായ വ്യൂ പോയും, അതുപോലെ തന്നെ മാർസയിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡ് ചർച്ചായ നോർത്ത് ഡാം ദ ലഗാർഡുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ. അപ്പോൾ വീണ്ടും കാണുവരെ ബൈ.